ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നൊരു തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൈകിട്ട് ആരുട്ട വരുമ്പോഴത്തേനും ഒരു തക്കാളി ചമ്മന്തി, പിന്നെ അവന് ദോശ ഭയങ്കര ഇഷ്ടം, അപ്പോൾ ദോശ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുക, എന്നിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചമ്മന്തിയുടെ വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 തക്കാളി, ഒരു പിടി ചുവന്നുള്ളി, 2 വേപ്പില, പിന്നെന്താ ഒരു വറ്റൽമുളക്, കുറച്ച് ആദ്യം നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കണം, നല്ല ബ്രൗൺ കളർ ആവുന്നവരെ. അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്കത് പെട്ടെന്ന് വഴറ്റി കിട്ടുള്ളൂ. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഒരു ബ്രൗൺ കളർ, ഒരു വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അധികം എരിവ് വേണ്ടല്ലോ. പിന്നെ നമ്മൾ 3-4 തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പക്ഷേ കുറച്ച് സമയം എടുത്തിട്ട് വേണം, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ എത്രയോ വഴറ്റുന്നോ അപ്പം അത്രയും ടേസ്റ്റ് കൂടും. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് നെയ്യ് എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു ടീസ്പൂണെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തി നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ തലേ ദിവസം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ദോശയും കൂടെയും ചുടാൻ പോവാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ശരിയായില്ല, നമുക്കത് വിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് നമ്മൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമ്മളതും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദോശ ശരിയായില്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ദോശയും ചമ്മന്തിയും കൂടെ നന്നായിട്ട് കഴിക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ദോശ മാത്രം സെറ്റായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വേറൊരു ദിവസം നല്ല ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് എന്തോ മാവ് ഇതായി ശരിയായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.